നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്. ഇന്ന് പി ഭാസ്കരൻ്റെ സത്രത്തിൽ ഒരു രാത്രി എന്ന കവിത പരിചയപ്പെടാം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ജനകീയ സമരങ്ങളുടെയും വളർച്ചയ്ക്കൊപ്പമാണ് പി ഭാസ്കരൻ്റെ കാവ്യജീവിതം തുടങ്ങിയത്. 40കളിൽ തുടങ്ങിയ കാൽപ്പനികാരുണ യുഗത്തിൻ്റെ പ്രതിനിധികളായിരുന്നു വയലാർ, ഭാസ്കരൻ, ONV എന്നിവർ. കവി എന്നതിലുപരി നിരവധി ചലച്ചിത്ര ഗാനങ്ങളും ഇദ്ദേഹത്തിൻ്റേതായിട്ട് ഉണ്ട്. ഒരു വഴിയമ്പലത്തിൽ ഒരു രാത്രി തങ്ങുന്നതിനു വേണ്ടി മറ്റു പലരെയും പോലെ ഒരു സാധാരണ യുവഭടനും എത്തിച്ചേരുന്നു. അവിടെ ഒരു നർത്തകിയുടെ നൃത്തപ്രകടനത്തിന് ഓടക്കുഴൽ വായിക്കാൻ ഇടയാകുന്നു. പിറ്റേന്ന് രാവിലെ യാത്ര തുടരുകയും ചെയ്യുന്നു. ഒരു രാത്രിയിലെ അവിസ്മരണീയമായ സംഭവത്തിൻ്റെ വർണ്ണനയാണ് സത്രത്തിലൊരു രാത്രി എന്ന കവിത. അരളിപ്പൂവിൻ കവിളു തുടുപ്പിച്ച് അന്തിക്കതിരുകൾ വീണപ്പോൾ വിശ്രമവേളയിൽ നിന്നുമുണർന്നു വിശ്രമസദനം വഴിവക്കിൽ മലരണിമാസം വന്നിടുമ്പോൾ മരതക നീല നികുഞ്ചം പോൽ. അരളിപ്പൂവിൻ്റെ കവിൾത്തടം ചമപ്പിച്ചുകൊണ്ട് സന്ധ്യ വന്ന് ചേർന്നതോടെ വസന്തകാലത്തുണരുന്ന വള്ളിക്കുടിൽ പോലെ വഴിവക്കിലുള്ള ആ വിശ്രമ മന്ദിരവും ഉണർന്നു. സന്ധ്യയ്ക്ക് സത്രത്തിൽ വിളക്കുകൾ തെളിഞ്ഞു എന്നാണ് ഇതിൻ്റെ സാരം. പല വഴികളിൽ നിന്ന് വന്നു ചേർന്ന യാത്രക്കാരെ കൊണ്ട് മുറികൾ നിറഞ്ഞു. ചിരിയും ശബ്ദവും കൊണ്ട് വഴിയമ്പലം സജീവമായി. പകലത്തെ യാത്ര കൊണ്ട് ക്ഷീണിച്ച ശരീരവും വിളറിയ മുഖവുമായി ഒരു പടയാളിയും അവിടെ എത്തി. നിമിഷങ്ങൾ കടന്നുപോയപ്പോൾ നൃത്യങ്ങൾ നടത്താനുള്ള രംഗവേദിയിൽ സംഗീതം ആരംഭിച്ചു. അന്തേവാസികൾ മുഴുവൻ പരിപാടികൾ കാണാൻ തയ്യാറായിരുന്നു. തരിവളയിട്ട കൈകൾ കൂപ്പിക്കൊണ്ട് മിഴികളിൽ സ്വപ്നങ്ങളും ചാർത്തിക്കൊണ്ട് ആകാശത്തെ മിന്നൽക്കൊടി എന്ന പോലെ നർത്തകി പ്രവേശിച്ചു. അപ്പോൾ ആ മണ്ഡപത്തിൻ്റെ കോണിൽ കയ്യിലൊരു ഓടക്കുഴലുമായി ഒരു യുവാവ് പ്രത്യക്ഷപ്പെട്ടു. അത് ആ യുവഭടനായിരുന്നു. ആളുകൾ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. ആളുകളുടെ നോട്ടത്തിൽ അല്പമൊന്ന് ലജ്ജിച്ചെങ്കിലും യുവാവ് പാടിത്തുടങ്ങി. യുവാവിൻ്റെ പാട്ടിനനുസരിച്ച് ആ നർത്തകി നൃത്തം ചെയ്തു. നൃത്തവും പാട്ടും അവസാനിച്ച് ആളുകൾ അവരവരുടെ മുറികളിൽ ഉറങ്ങി. പടയാളി അയാളുടെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. നിറത്തോക്കും പുല്ലാങ്കുഴലും കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്ന പടയാളിയുടെ തലയ്ക്കൽ പുല്ലാങ്കുഴലും കാൽക്കൽ തോക്കും വെച്ചിരുന്നു. പിറ്റേ ദിവസം സത്രത്തിൽ നിന്ന് ഓരോരുത്തരും യാത്രയായി. പടയാളിയും പോകാനൊരുങ്ങുമ്പോൾ ജനാലകളിൽ നർത്തകിയുടെ മുഖം കാണാനാകുമോ എന്ന് അയാൾ നോക്കാതിരുന്നില്ല. ദീർഘയാത്രയിലെ ഒരു വഴിയമ്പലം തന്നെയാണ് ജീവിതം. വേർപാട് ഏവർക്കും ദുഃഖകരം തന്നെ. നർത്തകിയെ കണ്ടപ്പോൾ തൻ്റെ ഗ്രാമവും സ്വപ്നങ്ങളും ഹൃദയം കവർന്ന കന്യകയെല്ലാം ഒരു വേള ആ യുവഭടൻ ഓർത്തിരിക്കാം. കാൽപ്പനിക ഭാവങ്ങളും മധുരകോമള പദാവലികളും ചേർന്ന സംഗീതസാന്ദ്രമായ ഒരു കവിതയാണ് സത്രത്തിലൊരു രാത്രി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.